മാറിക്കൊണ്ടിരിക്കുകയാണ്, മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒപ്പം മലയാളി വീട്ടമ്മയും മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും മലയാളത്തെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു മലയാളി വീട്ടമ്മയെ കണ്ടെത്താൻ ഒരു ഷോ. നിറപറ മലയാളി വീട്ടമ്മ, കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ്. ഞങ്ങളുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമ്മൾ ഇന്നത്തെ ഫ്ലോ ടാസ്കിലേക്ക് പോവാണ്. ടാസ്ക് എന്താന്ന് എനിക്കറിയാം. ഇന്ന് ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. ഫുൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഭർത്താക്കന്മാര് വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷമാണ്. ഗംഭീരമായിട്ടുള്ളൊരു പണിയായിരിക്കും ഉറപ്പാ. അപ്പൊ ടാസ്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടസ്റ്റൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നോട്ടീസ് ചെയ്തു. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തില് ഇപ്പം നമ്മളിപ്പോ എത്ര പെണ്ണുങ്ങളുണ്ട് മൊത്തത്തിൽ? ഒരു 25 ഉണ്ട്. ഒരാണും അല്ലേ? മോൻ നോക്കൂ. അപ്പം ഇങ്ങനത്തെ ടാസ്ക് ഉള്ള സമയത്ത്, സാധാരണ ഈ കുക്കിംഗ് അങ്ങനത്തെ ടാസ്ക് ഉള്ള സമയത്ത് ഒരാൾ ഭയങ്കര ഡൗൺ ആണ്. കാരണം നമുക്ക് ആകെ മെക്കിട്ട് കയറാൻ പറ്റിയ ഒരാൾ സഞ്ജു മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു ഇത് പറഞ്ഞു, ഈ ഭർത്താക്കന്മാർ വരുമ്പോ എനിക്ക് സന്തോഷം ഉണ്ടെന്ന്. കാരണം ഞാൻ മാത്രമല്ലല്ലോ, ബാക്കി എനിക്ക് സപ്പോർട്ട് കൂടുതൽ കുറച്ച് പേരുണ്ടല്ലോ എന്നുള്ള. ഭർത്താക്കന്മാർ വരുന്ന എപ്പിസോഡിൽ സഞ്ജുവിന്റെ ഫേസ് ഒന്ന് കാണാം. സഞ്ജുവിന്റെ എനർജി ലെവൽ ദൈവത്തിനാണ് ഞാൻ ഒരു കാര്യം പറയാം. ഈ പെണ്ണുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന വലിയ പാടാ. 1 2 നോക്ക്, 20 ഒരു രക്ഷയില്ല. ഇവര് വരുമ്പോൾ ആ റേഷ്യോ ഒന്ന് പങ്കിട്ട് പോകുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ടാസ്ക് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കിവിടെ സ്റ്റേജിലെ കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് മാറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ ടാസ്ക് എന്താന്നുള്ളത്. കുറച്ച് സസ്പെൻസ് വേണം, എന്നാലും ഇതങ്ങോട്ട് വർക്ക്ഔട്ട് ആവും. ഞങ്ങൾക്ക് ഇപ്പൊ സസ്പെൻസ് മാത്രം ഇഷ്ടം. എന്നാ കുഴപ്പമില്ല. അപ്പൊ കുറച്ചൊന്നും അങ്ങോട്ട് മാറി നിന്നോളൂ. സ്റ്റേജ് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. കല്യാണത്തിന് നമ്മൾ പാണിഗ്രഹണം എന്നൊരു വാക്ക് കൂടി പറയാറുണ്ട്. അതായത് കൈ പിടിച്ച് ഏൽപ്പിക്കുക, ഒരാളുടെ കയ്യിലേക്ക് പിടിച്ച് ഏൽപ്പിക്കുക, കൈകൾ ചേർത്ത് വെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ റിലീജിയനും അത് അങ്ങനെ തന്നെയാണ്. പെണ്ണിന്റെ കൈ പിടിച്ച് പുരുഷനെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ തൊട്ട കൈ ഉണ്ടല്ലോ, ആ കൈയാണ് എപ്പോഴും സ്ത്രീകളൊക്കെ പറയാറുണ്ട്, ആ കൈയാണ് എൻ്റെ ബലം എന്നൊക്കെ പറയാറുണ്ട്. ആ കൈ അതുകൊണ്ട് ആർക്കും മാറിപ്പോകാനൊരു സാധ്യതയില്ല. ഇനി കണ്ണ് കെട്ടിയാൽ ആ കൈ മാറുമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. എങ്ങനെയുണ്ട്? നമ്മുടെ കൂടെ ഇപ്പൊ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഇത് ആരാണെന്നുള്ളത് പേര് പറയുന്നില്ല, നമ്മളിപ്പോ തൽക്കാലം ആളുടെ പേര് പറയുന്നില്ല. എന്നാലും ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ 9 പേര്, 1 2 എന്നല്ല 9 പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഇക്കൂട്ടത്തിൽ നമ്മുടെ ഈ കണ്ടസ്റ്റന്റിന്റെ ഭർത്താവും ഉണ്ട്, ആളുടെ കൈയും ഉണ്ട് ഇവിടെ. അപ്പോ എല്ലാ കൈകളിലും ഒന്ന് ടച്ച് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പുരുഷന്മാർക്ക് നല്ല സന്തോഷമായി. പോരട്ടെ എന്ന് പറഞ്ഞു. അല്ല, സന്തോഷം ആണ്. പിന്നെ നമ്മള് പുറത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെളിയിൽ പറയാറില്ലെന്നേ ഉള്ളൂ. സന്തോഷം തന്നെ. ഈ ഒരു വലത്ത് കൈ കൊണ്ട് 3 seconds ആണ് ഒരു കൈ ടച്ച് ചെയ്യാനുള്ള സമയം. കൗണ്ടർ നമ്പർ 1 to 9 വരെ ഉണ്ട്. കൗണ്ടർ ഒന്ന് മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് പോവാ. 1 2 3. അപ്പൊ ഇതിനകത്ത് ഏതിലാണ്, 3-ലാണോ 4-ലാണോ എത്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ പ്രാവശ്യം. നമ്മൾ 1ാമത്തെ കൗണ്ടറിലേക്ക് പോവാണ്. ഇത് നമ്മള് 2ാമത്തെ കൗണ്ടറിലാണ്. എവിടെയെങ്കിലും ഒരു സംശയം തോന്നിയാ പറയാട്ടോ. 3rd കൗണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, 3 seconds ആയി. 3 seconds ആയി. നെക്സ്റ്റ് 5th കൗണ്ടറിലാണ് ഇപ്പൊ നമ്മളുള്ളത്. 6 7 8
ഏത് കൗണ്ടറിലാണ് ഭർത്താവിന്റെ കൈ എന്നാണ് ജസ്റ്റിക്ക് തോന്നിയത്? എനിക്ക് 2 ഡൗട്ട് ഉള്ളത്. അയ്യോ, 2 ഡൗട്ടായോ? ഉറപ്പിക്ക്. ഒരെണ്ണേ പറയാൻ പറ്റുള്ളൂ. ഒരെണ്ണേ പറയാൻ പറ്റുള്ളൂ. 1 minute. എന്താ രണ്ടാണോ? യെസ് മാം. And what makes you think? I mean, what was രണ്ടല്ലേ? 2 തോന്നിപ്പിച്ചു. അല്ല 2 2 പേരുടെ കൈ. Okay. So ആരൊക്കെ അത് പറഞ്ഞേ രണ്ടെണ്ണം? And then choose one. ഒരെണ്ണം എനിക്ക് സംശയം 3 ആണ്. Okay. പിന്നെ ഒരെണ്ണം 7. All right. അപ്പൊ ആരാണ് ഉറപ്പിക്കണ്ടേ? ആരെയാണ് കൺഫേം ചെയ്യേണ്ടത്? ഒന്നിൽ ഉറപ്പിക്കോ? 7 ആവാനാണ് ചാൻസ്. എനിക്ക് ഐ നോട്ട് ഷുവർ. അല്ല എന്താണ് കാരണം എന്താണ്? ഹരീഷ് അല്ലേ? ഹരീഷിന്റെ കൈയുടെ ഒരു ഫീച്ചർ എന്താണ്, സ്പെഷ്യാലിറ്റി എന്താണ്? അധികം വണ്ണം ഇല്ല, പിന്നെ കുറച്ച് അധികം ഹാർഡല്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പിച്ചോ? എനിക്ക് കൺഫ്യൂഷൻ. അത് സാരമില്ല, കൺഫ്യൂഷൻ വേണമല്ലോ അല്ലേ? ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ വേണം. ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചോളൂ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ? 7 അല്ലെങ്കിൽ 3 ആണ്. പക്ഷെ 7 ആണ് എനിക്ക് കൂടുതലും തോന്നണേ. എനിക്ക് അറിയില്ല, ഐ എം നോട്ട് ഷുവർ. ബട്ട് 7 ഉറപ്പിച്ചു. അപ്പൊ 7ലുള്ള ആളെ നമുക്ക് വിളിക്കാലോ ഇങ്ങോട്ട്, അല്ലേ? ജസ്ന, എന്താ ഹരീഷിന്റെ കയ്യിൽ ആദ്യമായിട്ട് തൊട്ടെന്ന് ഓർമ്മയുണ്ടോ? ടച്ചിങ് 12 വർഷമായിട്ടുണ്ടാവും. 12 വർഷം മുൻപ്. അപ്പൊ മറന്നു പോകാനുള്ള സമയമായോ? ഈശ്വരൻ പോയോ? ആദ്യമായിട്ട് കയ്യിൽ തൊട്ട ആ ഒരു മൊമെന്റ് ഏതാ? ഓർമ്മയുണ്ടോ? എപ്പോഴാ ബീട്രൂട്ട് വന്നപ്പോഴാ? ബീട്രൂട്ടിന്റെ പൂവ് അപ്പൊ തൊട്ടൊന്നുമില്ല. അപ്പൊ തൊട്ടൊന്നുമില്ല. പോടുന്ന കുറച്ചും കൂടെ 12 വർഷം മുമ്പെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. പറയണോ? ഒരിക്കലും മറക്കാൻ അല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ലാസ്റ്റ് എപ്പോഴാ തൊട്ടത്? അന്ന് 12 വർഷം മുമ്പ്. ഇല്ല, കുറച്ചു മുന്നേ തൊട്ടുള്ളൂ. കുറച്ചു നേരം മുമ്പ്. ആദ്യത്തെ ആ മൊമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഒരു എപ്പോഴായിരുന്നു എന്റെ ഒരു രസം? ഇല്ല, അത് കോളേജിൽ വെച്ചിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഞാൻ എസ് പറയുമ്പോൾ ഒരു സ്റ്റേഴ്സിന്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങള് എസ് പറയുന്നത്. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞപ്പോ ഉടനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചായിരുന്നു. ഹരീഷ് കൈ കയറി പിടിച്ചു. എന്താ അല്ലേ? എന്നിട്ട് അത്രേ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു. അല്ല, കോളേജിലാണ്. നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പോട്ടെ ജസ്ന. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നല്ലേ? എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഇവിടെ ക്യൂരിയോസിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് മാസ്ക് ജസ്ന റെഡി ആണല്ലോ അല്ലേ? ഞാൻ ജസ്നയുടെ കണ്ണിലെ കെട്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ. എന്താ ഹരീഷ് ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? നീ അറ്റ്ലീസ്റ്റ് ഒരു 3 പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ ഞാനായിരിക്കും ഒന്ന് 7. ഓക്കെ, തെറ്റിപ്പോയി. ഓക്കെ, 3 ഞാനായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഇന്ന് നീ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ തരാം. ഒരു നമ്പർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് 2 പേരെയും തകർന്നുപോയി. അത് 2 പേരും തെറ്റി. 2 പേരും ഒരുപോലെ തോന്നുന്നു പറഞ്ഞപ്പോഴാണ് ഹരീഷ് ഞെട്ടിപ്പോയത്. ഹരീഷിന്റെ കൈ ഒരു വർഷം തൊട്ട് നോക്കിയേ. ഞാൻ ഒരിക്കൽ കൂടി ആ പാണിഗ്രഹണം ഒന്ന് നടത്തട്ടെ. കണ്ടോ? Is it as soft? Is it as thin? No, no. പക്ഷേ ഇതുപോലെ എനിക്ക് തോന്നി. അല്ല, അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ഒറിജിനലിനെ വീണ്ടും കൈകോർത്തൊന്ന് വിടുകയാണ്. അപ്പൊ അവിടുന്ന് ഒരു കൊരവ സഹായം ഉണ്ടാവോ? കൊരവ ഇവിടുന്ന് ഉണ്ടാവില്ലേ ആഘോഷ കമ്മിറ്റി? അപ്പോൾ ഇതാ ആഹാ, ഒന്ന് കൊരവേണോ? അപ്പൊ ഇനി കൈ ഒരിക്കലും വിടാതിരിക്കട്ടെ, ഒരിക്കലും മറക്കാതിരിക്കട്ടെ, മാറി പോവാതിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ഈ ഒരു പരീക്ഷണത്തിന്, ഒരു അഗ്നി പരീക്ഷണത്തിന് തയ്യാറാവുകയാണ്. വരൂ വരൂ വരൂ. ഇത് കൗണ്ട് നമ്പർ 1. തൊട്ട് നോക്കിക്കോളൂ.
കഴിഞ്ഞു മതി, മതി, കഴിഞ്ഞു 3 സെക്കൻഡ് കഴിഞ്ഞു 3 സെക്കൻഡ് കഴിഞ്ഞു 3 സെക്കൻഡേ ഉള്ളൂ കേട്ടോ, 3 സെക്കൻഡേ ഉള്ളൂ, ഒരുപാട് സമയം എടുക്കരുത്. യെസ്. തേർഡ് കൗണ്ടർ ആണ് ഇപ്പൊ നമ്മൾ കടന്നുപോയത്. ഫോർത്ത്. ഇത് ഫിഫ്ത്. വിറയ്ക്കുന്നു. അന്യപുരുഷന്റെ കൈ തൊട്ടപ്പോൾ ഒരു ഷെയ്ക്കാൻ കൊടുക്കാന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇത് കൗണ്ടർ നമ്പർ 6. ഇത് കൗണ്ടർ നമ്പർ 7. കൗണ്ടർ നമ്പർ 8. യെസ്, ലാസ്റ്റ് വൺ, ലാസ്റ്റ് വൺ. 9. ടൈം ഓവർ. അപ്പോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് നമ്മുടെ ശില്പയാണ്. ശില്പയ്ക്ക് ശില്പയുടെ ഭർത്താവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ശില്പ, ഏത് കൗണ്ടറിലായിരുന്നു ശില്പയുടെ ഭർത്താവ്? 6 ആണോ? ആണോ? 6 ആണോ? ആണെങ്കിൽ ഉറപ്പിക്കണം. ആണ്. ആണ്. 6-ലാണ് ഭർത്താവ് ഉള്ളതെന്നാണ് ശില്പ പറയുന്നത്. 6th കൗണ്ടറിലാണ് ശില്പയുടെ ഹസ്ബൻഡ് എന്ന് എന്തുകൊണ്ടാണ് ശില്പയ്ക്ക് തോന്നിയത്? കുറച്ച് റഫ്നെസ് കൂടുതലുണ്ട് കൈക്ക്. കൈക്കോ സ്വഭാവത്തിലോ? രണ്ടിനുണ്ട്. പിന്നെ അല്ല, കൈ തൊട്ടപ്പം ബാക്കിയുള്ള കൈക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്ന് അടി ഉറപ്പ്. ഹസ്ബൻഡിനാണോ അടി ഉറപ്പ്? അതല്ല, ഹസ്ബൻഡിന്റെ കൈ ഭയങ്കര റഫാണ്, ബാക്കിയുള്ള 8 കൈകൾ ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൗണ്ടർ നമ്പർ 6. Shilpa, are you just guessing? ചുമ്മാ ഗസ് ചെയ്യുവാണോ അതോ ഡിഡ് യു അങ്ങനെ തൊട്ടപ്പോലെ വിചാരിച്ചു ഇത് എന്റെ ഹസ്ബൻഡ് ആയിരിക്കും, ഇത് എന്റെ ഹസ്ബൻഡിന്റെ കൈ കുറച്ച് ചൂട് കൂടുതലാണ്, കുറവാണ്, റഫാണ്, സോഫ്റ്റ് ആണ്, എന്തോ ആലോചിച്ച് ചുമ്മാ 6 എന്നങ്ങ് പറഞ്ഞു? അല്ല, റഫ് തന്നെയാണ്, കുറച്ച് റഫാണ്. ഓക്കെ. അല്ല, എന്തെങ്കിലും മാർക്ക്, എന്തെങ്കിലും കൈ മുറിഞ്ഞതിന്റെ പാട്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഞാൻ തൊട്ടപ്പോ സാധാരണ ഞാൻ തൊടുന്നതാണ്. അപ്പൊ ഇത് തൊട്ടപ്പോ ബാക്കിയുള്ള കൈയൊന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഞാൻ തൊടുന്നതാണ്, വേറൊരു കയ്യിൽ തൊട്ടപ്പോ ആ സാധാരണ തോന്നിയില്ല. ഒരു കറന്റ് വല്ലതും തോന്നിയോ? കറന്റ് വല്ലതും, ഒരു കണക്ഷൻ? ഷോക്ക്, കറണ്ട് ഷോക്ക്, കണക്ഷൻ തോന്നിയിട്ടില്ല. പേടിയാ, അത് പേടി പറയാൻ പേടി. വേറെ ആരെങ്കിലും കൈ ആണെങ്കിൽ ഇനി കണക്ഷൻ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആ കയ്യിൽ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. തിരിച്ച് നെയിൽ തൊടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ആ കൗണ്ടർ നമ്പർ 6-ലുള്ള ആളെ കൊണ്ട് വിളിച്ചോണ്ട് വരാം. സഞ്ജു പ്ലീസ്. ഓക്കെ. ശില്പയുടെ കണ്ണ് ഓപ്പൺ ചെയ്യാണ്. ശില്പ കണ്ടോളൂ. ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ശില്പയുടെ സ്വന്തം ഭർത്താവിനെയാണോ ഇനി വേറെ വല്ല? ഇതാണ് വിജയശ്രീ ലളിത. അതല്ല, ആയുസ് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം. രണ്ടുപേർക്കും അല്ല, എനിക്കും ടച്ച് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചെയ്തപ്പോ മനസ്സിലായെന്ന്. അത് ചുമ്മാ അത് അറിയാലോ, അങ്ങനെ ഇല്ലാതിരിക്കില്ലല്ലോ. അല്ല, എനിക്കത് ശരിക്കും എന്ത് പാടാന്നറിയോ? ചുമ്മാ കൈന്റെ അകം മാത്രം ടച്ച് ചെയ്തിട്ട് ഹസ്ബൻഡിനെ 9 ആൾക്കാരുടെ അല്ല, എനിക്ക് നഖം കടിക്കുന്ന ഒരു ശീലമുണ്ട്. ഞാൻ പറയുന്നത് നെയിലാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിരുന്നു, കാരണം നെയിൽ കുറച്ച് കുറവാ. Anyway, great. Fabulous.
അപ്പൊ എന്തായാലും നമുക്ക് ആ മംഗളകർമ്മം നിർവഹിക്കാം. നിർവഹിക്കാം. നമ്മുടെ തേർഡ് കണ്ടസ്റ്റന്റ് എത്തിയിട്ടുണ്ട്. 9 പേരുടെ കയ്യിൽ നിന്നും സ്വന്തം ഭർത്താവിന്റെ ആ കൈ കണ്ടുപിടിക്കാൻ. ഇത് കൗണ്ടർ നമ്പർ 1. മൂവ് ചെയ്തോ 3 സെക്കൻഡ്സേ ഉള്ളൂ. 3 സെക്കൻഡ്സേ ഉള്ളൂ. 3 സെക്കൻഡ്സേ ഉള്ളൂ പ്ലീസ്. നടക്കും. ആ ഇവിടെ നെക്സ്റ്റ്. ഇത് കൗണ്ടർ നമ്പർ 3. ആ വെച്ച് നോക്കോ, പിടിച്ചു നോക്കോ, നുള്ളിയൊക്കെ നോക്കുന്നു. കൗണ്ടർ നമ്പർ 4. നുള്ളി കരയിപ്പിക്കരുത്. കഴിഞ്ഞു. കൗണ്ടർ നമ്പർ 5. കഴിഞ്ഞു. 6. 7. കഴിഞ്ഞു. 7. കഴിഞ്ഞു. കഴിഞ്ഞു. 7 ആയിരുന്നു അത്. ഇത് 8. കഴിഞ്ഞു. 8 and this is 9. Okay? വരൂ. ചിലതിന് വിട്ടു പോരുന്നില്ല, അതിലെ പ്രശ്നം. ഒരു 4 ഉടക്കി നിന്നല്ലോ. ആ ഇതെന്തത്? നടന്നോളൂ കുറച്ച്. ശ്ശോ, ഇത് ഈ പശുവിനെ വലിച്ചോണ്ട് പോകുന്നില്ല, വലിച്ചിട്ടൊന്നും വരണില്ല. അത്ര സാധാരണ പശുവല്ല. അല്ല, ഇനി സംസാരിക്കാം. നീബയായിരുന്നു ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നീബയ്ക്ക് ഭർത്താവിനെ മനസ്സിലായോ? നീബ ഒരു കയ്യിൽ തൂങ്ങി കിടക്കണ്ടായിരുന്നല്ലോ. എന്ത് ധൈര്യ! ഒരു അന്യപുരുഷന്റെ കൈയാണെങ്കിലോ? അത് അല്ല, എന്റെ ആളുടെ തന്നെയാണെന്ന് തോന്നുന്നു. ആണോ? അത് ഏതായിരുന്നു? കൗണ്ടർ നമ്പർ 8. കൗണ്ടർ നമ്പർ 8 ആണ് നീബയുടെ ഹസ്ബൻഡ് എന്നാണ് നീബ പറയുന്നത്. അതെന്താ അങ്ങനെ തോന്നിയത്? കൈ ഉരുണ്ട വിരലുകളാണ്. ഞാൻ എപ്പോഴും കൈ ഞാൻ അകത്ത് വെച്ച് നോക്കാറ്, ഇങ്ങനെ ഷെയ്ക്കാനെ കൊടുക്കാണ്ട് എന്റെ കൈ അകത്തായിരിക്കാറ്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നീബയുടെ കൈയുടെ കഴിഞ്ഞ് വലിയ കൈയാണോ? അല്ല, ഇങ്ങനെ പിടിച്ചപ്പോ അതിനകത്തായിരിക്കും എന്റെ കൈ ഇരിക്കാറ്. അപ്പൊ ഞാൻ എല്ലാവരെയും നോക്കിയപ്പോ അതിനേക്കാളും വലിയ കൈകളാണ്, സോഫ്റ്റ് ആണ്. പിന്നെ തള്ളവിരൽ നല്ല വീതിയുള്ള തള്ളവിരലാണ്, നല്ല കട്ടിയുള്ള ഉള്ളാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് കൗണ്ടർ നമ്പർ ഉള്ളൊക്കെ ശരിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോ അവിടെ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിന് ചിലരുടെ നെഞ്ചിങ്ങനെ കത്തുന്നുണ്ട്. എന്റെ ഭർത്താവിനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് ചിലപ്പോ. എനിവേസ് നമുക്കിത് ആരാണെന്നുള്ളത് നോക്കാം അല്ലേ? നോക്കാം. കൗണ്ടർ നമ്പർ 8 ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചേ. സഞ്ജു എവിടെ? നിബയ്ക്ക് മുൻപ് 2 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ 9 പേരെ ചൂസ് ചെയ്യാൻ, 9 പേരിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അവർക്കൊക്കെ ഡൗട്ടായിരുന്നു 3 ആണോ 4 ആണോ. പിന്നെ ഒരാള് ഒരു ഡൗട്ടോട് കൂടി ഒരാൾ ആൻസർ പറഞ്ഞു, മറ്റേ ആൾക്ക് 2 പേരിൽ സംശയം ഉണ്ടായിരുന്നു. നിബ എങ്ങനെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു? ആള് അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും കൈപിടിച്ച് നടക്കാറ് എവിടെ പോയാലും. അതിപ്പോ ചുമ്മാ റോഡ് സൈഡിൽ എവിടെ എന്തായാലും, വീട്ടിലാണേലും ഞങ്ങള്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് തോന്നിയ ആളായിരിക്കും. വീട്ടിലാണെങ്കിലും നിങ്ങൾ കൈപിടിച്ച് നടക്കും? പിന്നെ ഞാനും എൻ്റെ മക്കളും എല്ലാം കളിക്കുമ്പോഴും ഞങ്ങൾ എല്ലാം മിക്കപ്പോഴും ഒരു ദിവസത്തിലെ ഒരു എന്താ പറയാ, അങ്ങനെ കാണാതിരിക്കുന്നവരോ മാറി നിൽക്കുന്നവരോ അല്ലല്ലോ, എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ആള് തെറ്റിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? എന്താ ഷെയ്ക്കാൻ്റെ അടുത്ത് പിരിയും ആളുമായിട്ട്. പിന്നല്ല. അടിക്കട്ടോ? അടിക്കാം. ചിരിച്ചോണ്ട് നിക്കാ ചേട്ടൻ. ആഹാ, ഇത് വേറെ ആരോ തോന്നല്ലേ? കണ്ണുകൾ പതുക്കെ തുറക്കൂ, വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് വരൂ. പഴം കഴിച്ചതാ. നിബയുടെ കണ്ണ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ പറയണത് സ്വന്തം ഭർത്താവാണോന്നാ? ഞങ്ങക്ക് കണ്ടിട്ട് തോന്നണില്ല.
അല്ല നിബിന് തോന്നിയായിരുന്നോ ഇത് നീബയുടെ കൈയാണെന്ന് തൊട്ടപ്പോ? അത് ഒരു വലി കിട്ടിയപ്പോ മനസ്സിലായി. കാരണം ആ ഗ്ലാസിന്റെ സൈഡ് കൊണ്ട് കൈ പോറിയിട്ടുണ്ട്. കണ്ടോ, നിബയ്ക്ക് ഇതാണ് ഹസ്ബൻഡിന്റെ കൈ എന്ന് മനസ്സിലായപ്പോ നിബ എന്ത് ചെയ്തു, ആ കയ്യിൽ നിന്ന് വിട്ടില്ല, കയ്യിൽ മുറുക്ക പിടിച്ചൊന്ന് വലിച്ചു. അപ്പൊ ഗ്ലാസിന്റെ സൈഡ് കൊണ്ട് കൈ മുറിയുകയും ചെയ്തു. അപ്പൊ ഒരു ശബ്ദം കിട്ടും. നിബിനാണ് ഈ ഒരു ടാസ്ക് തന്നതെങ്കിൽ നിബിൻ എങ്ങനെയായിരിക്കും നിബയുടെ കൈയെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇവളുടെ കൈ വളരെ ചെറിയ കൈയാണ്, എനിക്ക് അറിയാം തൊട്ട് നോക്കുമ്പോഴേ. ഈ കൈയാണോ ചെറിയ കൈ? ഇതിന്റെ അകത്തൊന്ന് വെച്ച് നോക്കി, ഞാനുമായിട്ടാ കമ്പയർ ചെയ്ത് പറയുന്നത്. ഞാനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അല്ല അതല്ലാതെ വേറെ എനിക്ക് തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യുമ്പോ തന്നെ അറിയാം, ഇവരുടെ തൊട്ട് നോക്കിയാൽ അറിയാം. വേണമെങ്കിൽ നിങ്ങൾ 9 പേരെ നിർത്തി ഞാൻ കണ്ടുപിടിച്ചു തരാന്ന്. 50 20 നിർത്ത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും നമ്മൾ തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നു. ഈ കൈ എടുത്ത് ആ കയ്യിൽ വെച്ച് പറഞ്ഞു കൊടു സഞ്ജു. അപ്പോൾ നമ്മുടെ സ്വയംവരം തുടരുന്നു. അടുത്തയാളോട് എത്തിയിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ നമുക്ക് നീങ്ങാം. സംസാരിക്കണ്ട, ഈ കൈ തൊട്ടോളൂ. അത് കൗണ്ടർ നമ്പർ 1 ആയിരുന്നു, ഇത് കൗണ്ടർ നമ്പർ 2. 3 സെക്കൻഡ്സേ ഉള്ളേ. അവിടെ ഒന്നും നോക്കണ്ട, കയ്യില് മാത്രം. 4 നെക്സ്റ്റ് 5 നീട്ടി പിടിക്കണ്ട. 6 7 8 9. അപ്പൊ ഫെമിയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. 9 പേരുടെ കയ്യിലൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്വന്തം ഭർത്താവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു സംശയം, 5th 6th ഒരു സംശയം. 5th 6th സംശയമുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. 6th ആണ് ഫെമിയുടെ ഹസ്ബൻഡ് എന്നാണ് ഫെമി പറയുന്നത്. എന്താണ് ഹസ്ബൻഡിന്റെ കൈയുടെ ഒരു ഡിഫറൻസും എന്താ സിമിലാരിറ്റി ഫീൽ ചെയ്തെന്ന് പറയണം. തൊട്ട കൈകളില് ടഫ് മീൻസ് ഈ സൈഡ് ഈ പത്തികള് ടഫാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോ കൈക്ക് വല്ല നീളമില്ല കൈക്ക്. ചെറിയ കൈയാണ്. പിന്നെ നഖം തൊട്ടാലും എനിക്ക് അറിയാൻ പറ്റും. അപ്പോ 5th 6th ആണെന്ന് എന്താ തോന്നിയത്? രണ്ട് കയ്യിലും ഈ ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആണോ? അല്ല, 5th 6th കുറച്ച് ഹാർഡായിട്ട് തോന്നി എനിക്ക്. പക്ഷെ 6th പറയാൻ കാരണം എനിക്ക് ആ നഖവും പിന്നെ ആ കൈയുടെ ആ ഷേപ്പ് കണ്ടിട്ടാ ഞാൻ 6th പറഞ്ഞത്. അപ്പൊ ഏതാണ് 5th ആണോ? 6th ഉറപ്പിച്ചോ? ഒരു തരം, 2 തരം, 3 തരം? 6th ഉറപ്പാണല്ലോ അല്ലേ? മാറിയെടുക്കാൻ യാതൊരു ഉദ്ദേശമില്ല. ഇല്ല 6th നല്ലത് നോക്കി എടുക്കുന്നില്ല. ഇല്ല 6th. ഒരു അവസരമായിരുന്നു, നോക്കാം. ഇനിയിപ്പൊ ബൈജു ഇടിക്കുവോ, ബൈജു അപ്പൊ ഞാൻ 6ാം നമ്പർ സന്തോഷിക്കുവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം. ഇനി പ്രാർത്ഥിച്ച കൈ മാറൊന്നുമില്ല, നമ്മള് കൗണ്ടറൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഭർത്താവിനെ ഐഡന്റിഫൈ ചെയ്തു എന്ന വിശ്വാസം. കരയുവാണോ? ഏയ് ഇല്ല മാം. ടെൻഷൻ ഉണ്ടോ? യെസ്. അപ്പോ ആ ചേട്ടന്റെ മുഖം മൂടി ഒന്ന് അഴിച്ചു മാറ്റിയാൽ അത് ആരാന്നറിയായിരുന്നു. ഇതെന്തായാലും ബൈജു അല്ല, കാരണം ബൈജുവിന് മുമ്പ് ഇവിടെ 2 സ്റ്റേജിൽ വന്നിട്ടുള്ളതാ. ഫെമി ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹം വിഷമിക്കുന്നു. ബൈജുവിന്റെ ഹൃദയവേദന കൊണ്ട് ബൈജു ഇന്ന് 2 ഡാൻസ് കൂടുതൽ ചെയ്യും. ഫുള്ളി ഓട്ടോമാറ്റിക്. നോക്കിക്കോ. അയ്യോ, എനിക്ക് വയ്യ. അല്ല, ഞാൻ ചോദിക്കണേ, ബൈജു കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയപ്പോ ഈ രൂപത്തിലല്ലായിരുന്നല്ലോ അല്ലേ? ഞാൻ അന്ന് പറഞ്ഞാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആവുമ്പോഴാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയി. സന്തോഷം വന്ന പയ്യോന്ന് വിളിക്കുന്ന ആദ്യമായിട്ടാ കേൾക്കുന്നത്. അല്ല, ബൈജുന് ഷുവർ അല്ലായിരുന്നോ ഫെമി കണ്ടുപിടിക്കുന്നത്? ഷുവർ ആയിരുന്നു. എന്താ അങ്ങനെ ഷുവർ ആവാനുള്ള ഒരു കാരണം?
ബൈജുവിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് ബൈജുവിന് തന്നെ തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും എന്താണ്? നെയിൽ കംപ്ലൈന്റ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മഞ്ഞപ്പിത്തം വന്ന ശേഷമേ നെയിലിന് ഇങ്ങനെ അലർജി വന്ന് പോയിട്ടുണ്ടായിരുന്നു. പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു, ബ്ലാക്ക് മാറി വന്നോളൂ. ഒരു 2 ഇയർ എങ്കിലും പിടിക്കുമെന്ന് പറയണം, പുതിയ ക്ലിയർ ആവാൻ. ഇപ്പൊ ഒരു 1 ഇയർ ആവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് ഫെമി പറഞ്ഞത്, എനിക്ക് ഈ നഖത്തിന്റെ ഒരു സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? മഞ്ഞപ്പിത്തം വന്നോണ്ട് രക്ഷപ്പെട്ടു എന്നാണോ? തീർച്ചയായും. അല്ലെങ്കിൽ പെട്ടുപോയനല്ലേ? മഞ്ഞപ്പിത്തം വന്നതില് സന്തോഷിച്ച് കാണുന്ന ആകപ്പാടെ ഒരാളെ ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് ഫെമിക്ക് 5 ആണോ 6 ആണോ എന്നൊരു ചെറിയ സംശയം വന്നു. അതെന്താ 5-ൽ ഇങ്ങനെ? 5-ന് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഈ ഭാഗം കണ്ട പെട്ടെന്ന് പിന്നെ നഖം കൂടി കണ്ട മനസ്സിൽ നോട്ട് നോക്കിയതാണ്. നോക്കിയപ്പോ 6 ആയിരിക്കണം. എന്നാലും ആ ഈ ഒരു തമ്പും ആ തമ്പും ഏകദേശം ഒരു സെയിം പോലെ തോന്നി. ശില്പയുടെ ഭർത്താവിന്റെ വിരലുകൾ ഫെമിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ, അപ്പൊ അത് കണ്ടുപിടിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമായിട്ടായിരിക്കും ഷോയിൽ ഒരു അസുഖം ഹീറോ ആവുന്നല്ലേ? ശരിക്കും മഞ്ഞപ്പിത്തം ഹീറോ ആയല്ലേ? ഈ പുതിയ മുഖം എന്നൊക്കെ പറയുന്ന പോലെ പുതിയ നഖം അല്ലേ? പുതിയ നഖം. നിങ്ങൾ ആദ്യമായിട്ടുള്ള ആ ഒരു മൊമെന്റ് സഞ്ജു പുതിയ മുഖം തന്നെയാണ്. നമ്മുടെ ഇവിടെ ആദ്യം വന്ന ആളല്ല, ബൈജു അല്ല. ബൈജു മാനുവൽ ഇപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു ഫുള്ളി മേക്ക് ഓവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, ഇപ്പൊ അവിടെ അറിയപ്പെടുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ബൈജു എന്നാണ്. ബൈജു മാനുവൽ മാറി അല്ലേ? ആ ഒരു ആദ്യത്തെ മൊമെന്റ് എങ്ങനെയായിരുന്നു? നിങ്ങള് എങ്ങനെയായിരുന്നു സിംഗപ്പൂർ അതിനുശേഷം നിങ്ങളുടെ ഒരു ആദ്യം ഞാൻ ഇവളുടെ വീട്ടിൽ പോയായിരുന്നു, സിംഗപ്പൂരിൽ നിന്ന് വന്ന ശേഷം. സിംഗപ്പൂരിൽ നേരെ വീട്ടിലൊക്കെ പോയി? ഇല്ല, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടായിട്ട് അന്ന് പറഞ്ഞ പെണ്ണ് കാണൽ ചടങ്ങ് പോലെ പോയിരുന്നു. അങ്ങനെയാണ് പോയി കണ്ടത്. അപ്പൊ അപ്പോഴാണ് കൈ തൊട്ട്? അതെ. അപ്പൊ ചായ വന്നപ്പോ ഇല്ല, അതെയും സംസാരിക്കാൻ സമയമൊന്നുമില്ല. കാണാതെ പ്രണയിച്ചാണ് ഞങ്ങള്. കാണാതെ പ്രണയിച്ചിട്ട് ആദ്യത്തെ കണ്ടുമുട്ടലാണ്. അതെ. അതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അന്ന് മഞ്ഞപ്പിത്തം ഇല്ലായിരുന്നല്ലേ? അന്ന് മഞ്ഞപ്പിത്തം ഇല്ലായിരുന്നു. മുഖ്യ കാർമ്മികൻ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ മറ്റേ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച്. അതെ, മറ്റേ സ്റ്റെപ്പ് ഒന്ന് കാണിച്ച്. നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. സ്വന്തം ഭർത്താവിന്റെ കൈ തിരിഞ്ഞുള്ള ഒരു പെൺകുട്ടിയുടെ യാത്ര. കൈ തരൂ, ഞാൻ കൊണ്ടുപോവാ. അയ്യോ, ഇവിടെ കൗണ്ട് നമ്പർ 1 കഴിഞ്ഞു. 3 സെക്കൻഡേ ഉള്ളേ. കൗണ്ട് നമ്പർ 2. ഡൗട്ട് ഉള്ളതൊക്കെ മനസ്സിൽ കൗണ്ട് നമ്പർ നോട്ട് ചെയ്തോളൂ. 2, 3. ഒരച്ചൊക്കെ നോക്കുന്നു. 4. കഴിഞ്ഞു. 5. കഴിഞ്ഞു. 6. 7. 8. and 9. വരൂ. അടിപൊളി. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് രാജി ആയിരുന്നു. രാജി 9 പേരുടെയും കൈ തൊട്ട് നോക്കി, ചിലതിൽ രാജി ഒരച്ചു നോക്കി. എന്തായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം? അല്ല, ആളുടെ കൈ ശരിക്കും കുറച്ച് സോഫ്റ്റ്, എന്റെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ്. ഒരാൾ ആദ്യമായിട്ട് പറഞ്ഞു ഭർത്താവിന്റെ കൈ സോഫ്റ്റ്. രാജിയുടെ കൈനെ കഴിഞ്ഞും സോഫ്റ്റ് ആണ് അത്ര. ശരിയാണ്, രാജിയുടെ കൈ കുറച്ച് ഹാർഡാണ്. എന്നിട്ട് ഇതിൽ ഏതാണ്? അയ്യോ, അത് പറഞ്ഞല്ലോ അല്ലേ? എനിക്ക് 2 എണ്ണം. മിനിമം 2 എണ്ണെങ്കിലും സംശയം വേണം. പറയൂ. 1 and 5 ആണ് തോന്നിയത്. ഓക്കെ, 1 ആണോ 5 ആണോ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാ. അയ്യോ, 5 ആണോ? അയ്യോ, 1 ആണ്. എനിക്കറിയത്തില്ല. പറയൂ പെട്ടെന്ന്. 5 ഉറപ്പിച്ചോ? 5 ഉറപ്പിച്ചു. ഇനി ആണെങ്കിലും അല്ലെങ്കിലും 5 തന്നെ ഭർത്താവെന്ന് ഉറപ്പിച്ചോ? അവർ രണ്ടുപേരും കൂടെ വിളിച്ചോണ്ട് വരും. 1 and 5 രണ്ടുപേരെയും വിളിച്ചോളൂ. ഇതാണ് 1. 3 സെക്കൻഡ്. അത് വേറെ, ആൾക്ക് വേറെ അവകാശങ്ങളുണ്ട്. അത് 5. കഴിഞ്ഞു. ഇതാ 5 ആണോ? 5 ഉറപ്പിച്ചു. ഏ? ഉറപ്പിച്ചു.
അപ്പൊ നമുക്ക് 5ന്റെ കെട്ടഴിക്കട്ടെ. ആ നമ്മൾ 5ന്റെ കെട്ടഴിക്കാൻ പോവാണ്. രാജി ഷുവർ അല്ലേ? ആണെന്നുള്ള വിശ്വാസം. ആ അതെ 5 രാജിയുടെ കണ്ണ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അയ്യോ പ്രശ്നമായോ? ആകെ പ്രശ്നമായോ? നമുക്ക് മറ്റൊന്ന് അഴിച്ചു നോക്കിയാലോ? ഇപ്പുറത്തെ കൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇതായിരുന്നോ? അയ്യോ അയ്യോ രാജി കരയരുത്, പ്ലീസ് കരയരുത്. ഞാൻ ഒരു സത്യം പറയട്ടെ, അരുതേ, കരയരുത്. ഏ അജി ഇല്ലില്ല അല്ല ഇത് വണ്ണായി അല്ല, പക്ഷേ എന്താണത്? സങ്കടായോ? ഏ സങ്കടം വരുന്നുണ്ട്. ഇത്ര അടുത്തെത്തിയിട്ട് നമ്പർ ഞാൻ രണ്ടാമത്തെ ഹരീഷിനാണെങ്കിൽ ഹരീഷിന് സ്വന്തം ഭാര്യയോ സെലക്ട് ചെയ്തില്ല, ഇവ എല്ലാവരുടെയും ഭാര്യയെങ്കിലും നഷ്ടപ്പെട്ടു പോയില്ല, വെറുതെ ആയില്ല, അന്നിപ്പോ വെറുതെ ആയില്ല. ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട് രാജി. അല്ല ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആണോ? ഒന്നും കൂടെ ആ കൈ ഒന്നും കൂടെ കൊടുത്തേ, തൊട്ട് നോക്കി. ഈ കൈയല്ലേ ഞാൻ രണ്ടാമത് തൊട്ടേ? ഈ കൈയല്ലേ? ആണോ? എന്നാ ഈ കൈ ആണ്. അപ്പൊ എന്താണ് ജഡ്ജസിന് പറയാനുള്ളത്? ആദ്യമായിട്ട് ഒരാൾ അന്തരീക്ഷത്തിൽ കണക്ക് കൂട്ടുന്നത്. എനിക്ക് നമ്പർ തെറ്റിപ്പോകുന്നുണ്ട്. ഈ നമ്പർ മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ദേഷ്യം വന്നു. ഞാൻ ശരിക്കല്ലേ ഇത് ചെയ്തത്? അങ്ങനെയല്ല, ലാസ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിച്ചോ. 1 or 5 ഞാൻ തന്നെ 5 ആണോ എന്നൊക്കെ ഇത് തോന്നുന്നു. രണ്ടുപേര് കൈ പിടിക്കുമ്പോൾ there are so many things you can learn from that അല്ലേ? സ്നേഹം കാണിക്കാം, ദേഷ്യം കാണിക്കാം, ഡിസ്ഇൻട്രസ്റ്റ് കാണിക്കാം, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാണിക്കാം, എല്ലാം ജസ്റ്റ് ബൈ 2 hands മീറ്റിംഗ് അല്ലേ? ആൻഡ് ഈവൻ ദ ബിഗ്ഗസ്റ്റ് ഡീൽസ് ഇൻ ലൈഫ്, നമ്മളുടെ കല്യാണത്തിന് കൊടുക്കുകയാണെങ്കിലും വലിയ ബിസിനസ് ഡീൽസ് ആണെങ്കിലും എല്ലാം വിത്ത് എ ഹാൻഡ് ഷേക്ക്. ഐ തിങ്ക് ദിസ് എപ്പിസോഡ് വാസ് എ ഗുഡ് വൺ. നമുക്ക് മംഗളകരമായിട്ട് ആ കർമ്മം കൊണ്ട് നിർവഹിക്കാം അല്ലേ? അങ്ങനെ നമ്മുടെ 5 കപ്പിൾസും ടാസ്ക് ഓൾമോസ്റ്റ് നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ഇനി ഇവരുടെ ഫൈനൽ മാർക്സ് ചോദിക്കാം. ശില്പ 80 മാർക്സ്, ടെമി 80 മാർക്സ്, രാജി 80 മാർക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം നിബിന്റെ കൈ, ഐ മീൻ വിതൗട്ട് എ ഡൗട്ട്, because he's a basketball player, volleyball, and you have to have big hands for that. അപ്പോൾ കണ്ടുപിടിക്കാൻ ഈസി ആണ്, പക്ഷെ എന്താണെങ്കിലും you were like very very confident. Anyway, because confidence ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് 82. എനിക്ക് ജസ്നയുടെ മാർക്കാണ് പറയാനുള്ളത്. ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അന്ന് വെച്ച് പരസ്പര സ്നേഹം ഇല്ലെന്നോ അങ്ങനെയൊന്നും അല്ല. വൺ സച്ച് ഡേ നമുക്ക് എല്ലാവർക്കും അത് ശരിയോ തെറ്റോ അതല്ല നമ്മൾ നോക്കുന്നത്, ആ പാർട്ടിസിപ്പേഷനാണ്. അപ്പം അതിന് ജസ്നയ്ക്ക് 70 മാർക്ക്. അപ്പൊ നമുക്ക് ഈ അസംബ്ലി പിരിച്ചുവിടാം അല്ലേ? അല്ല, അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നും, അതിനൊന്നും മേക്കപ്പ് ചെയ്യണ്ടേ അല്ലേ? ശരി, അതല്ലേ ശരി? അദ്ദേഹമാണ് പറയേണ്ടത്. ഇല്ല കുഴപ്പമില്ല, സാരമില്ല. അതെ അതെ അതെ, ഹരീഷിന് വിഷമ. ഹരീഷ് കരയുന്നത് ഞാൻ കണ്ടു. ജസ്റ്റ് പ്ലീസ് വരൂ 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 വരൂ. ഇനി കുറെ കൂടെ ഫേം ആയിട്ട് കൈപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അല്ലേ? വളരെ സ്പോർട്ടീവായിട്ട് എടുക്കുന്ന ഒരു ഹസ്ബൻഡിന്റെ അടുത്ത് നിൽക്കുന്ന. Why are you crying, Jasna? Huh? He was very sporting. ഇല്ല, ഐ എം ഓക്കേ. ഒരു 4 വരി പാട്ട് പാടി അതൊന്ന് മേക്കപ്പ് ചെയ്യാം. ഞാൻ പാടും. അയ്യോ വേണ്ട, അത് പുള്ളി പാടും. വേണ്ട പ്ലീസ്. जैसे बजती हो शहनाइयाँ, लहराती है महकी हवा, गुनगुनाती है तन्हाइयाँ, सब गाते हैं
ഡയലോഗ് എന്നറിയും, ഈ ഓജസ്സും തേജസ്സും ഈ ഗംഗയെ തിരിച്ചു തരാമെന്നാടാ ഞാൻ നിന്നോട് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ്. പാലക്കാടൻ തനിമയുള്ള ഒരു ഔട്ട്ഡോർ ടാസ്കുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം ലീന. എൻ്റെ പേര് ലീന, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 2 മക്കളുണ്ട്. ഞാൻ വീട്ടമ്മയാണ്. എനിക്ക് ഡാൻസിനോട് ഭയങ്കര താല്പര്യമാണ്. ഈ അഭിനയിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അങ്ങനെ തയ്യാറെടുപ്പുകളൊന്നും ഇല്ല. ഞാൻ കുറച്ച് നെർവസ് ആണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ബോൾഡായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എന്നെപ്പോലെ നാട്ടിൻപുറത്ത് വരുന്നവർ ഒരുപാട് പരിഹസിക്കുന്നവരുണ്ട്. മീഡിയയിലേക്ക് വരുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് ഒരുപാട് പേരുണ്ട്. ചിലർ നന്നായി പാചകം ചെയ്യും, ചിലർ ഡാൻസ് ചെയ്യും, ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോ ആൾക്കാരും ഇഷ്ടമല്ലേ അത്? നമ്മുടെ ഭർത്താവിനല്ലേ നമുക്ക് അറിയേണ്ടത്. അവർ ഫുൾ സപ്പോർട്ടാണ്. അതിനേക്കാളാണ് മക്കള്, പിന്നെ എൻ്റെ നെയ്ബേഴ്സ്. എൻ്റെ പേര് ബാബു, ലീനിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നല്ലൊരു പരിപാടിയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും എത്ര കിട്ടിയാലും വളരെ സമാധാനത്തിൽ നല്ല സന്തോഷത്തിൽ സ്വീകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ലാസ്റ്റ് വരെയും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ലീനയുടെ ജ്യേഷ്ഠനാണ്. നമ്മൾ നാട്ടിൻപുറത്തെ നാട്ടിൻപുറത്തുകാരാണ്. അങ്ങനെ നാട്ടിൻപുറത്തുനിന്ന് ഒരു കുട്ടി പോയി ഫ്ലവേഴ്സ് ചാനലിൽ ഇങ്ങനെ പോയിട്ട് എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത്. മോള് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ലൊരു അഭിമാനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ ലീന ചേച്ചിയുടെ നെയ്ബറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു വ്യക്തി വരുന്നത്. ചേച്ചി വിൻ ചെയ്യണം, 1ാം സമ്മാനം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എത്രയോ പേര് വന്നു ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളും. പക്ഷെ അവരെ ഒന്നും ആവാതെ നമ്മളെ എടുത്ത് നമ്മുടെ ഭാഗ്യമല്ലേ. അപ്പൊ നമ്മൾ കഴിവില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെന്തെങ്കിലും ഉണ്ടാവും, ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവാം. എന്തായാലും പാലക്കാടിന്റെ അഭിമാനമാണോ? ആയി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നോ അതോ കൂട്ടമായി ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നോ? എങ്ങനെയായിരുന്നു? ഞാനും പിന്നെ വേറെ 40 പേരോ 2 പേരുണ്ടായിരുന്നു. 2 പേർക്ക് 8 കാലുണ്ടായിരുന്നു. എന്താ കടങ്കഥ പറഞ്ഞിട്ടുള്ള എന്തോ ഗെയിം ആയിരുന്നു. നമുക്ക് കാണാട്ടോ. അപ്പൊ ഇന്നത്തെ ലീനയുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ കാളയില്ലേ, കാളയെ ഉപയോഗിച്ച് കലപ്പ കൊണ്ട് നിലം ഒരുക്കണം. അതാണ് ഇന്ന് ലീനയുടെ ടാസ്ക്. വളരെ സിമ്പിൾ ടാസ്ക് ആയി പോയത് ആണല്ലേ? വളരെ സിമ്പിൾ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, 108ന്റെ ആംബുലൻസ് കൂടെ റെഡിയാക്കി വെച്ചോളൂ. എന്തായാലും സംഭവിച്ച കൊണ്ടുപോയി കാര്യമായിട്ടാ പറഞ്ഞത്. കേട്ടോളൂ എല്ലാവരും, ആംബുലൻസ് റെഡി ആയിക്കോളൂ. എന്നാലും കോൺഫിഡന്റ് അല്ലേ എനിക്ക് ചെയ്ത് തീർക്കാന്ന്? ഇനിയിപ്പോ വേറെ വഴിയില്ലല്ലോ, എന്താണ് ചെയ്യുക? അതാണ് സ്പിരിറ്റ്. ചെയ്ത് നോക്കാം. അപ്പം ടാസ്ക് കേട്ടില്ലേ, ചേട്ടൻ അവിടെ ഇല്ലായിരുന്നോ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരുക്കാനായിട്ട് എങ്ങനെ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടത് ആരെങ്കിലും വിളിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ. അത് സംഭവം കാളയൊക്കെ റെഡി ആവണമല്ലോ. ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, ഇപ്പൊ ട്രാക്ടർ അല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ ജസ്റ്റ് അന്വേഷിച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കിട്ടാൻ എന്താണ് മാർഗം? കണ്ടിട്ടില്ലേ സംഭവം? നേരിട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പരിസരത്ത് എവിടെ ഇല്ലേ? സന്തോഷമായി, വളരെ സന്തോഷം. ഇത്രയും വലിയ ടാസ്ക് ആർക്കും കൊടുക്കരുത്. പാലക്കാട് എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് സുഖമായിട്ട്. ഞങ്ങളുടെ അവിടെ ഇല്ല. എടുക്കുന്നില്ലേ? വേറെ നമ്പറിലുള്ള നമ്പറിലൊക്കെ വിളിച്ചു. എല്ലാത്തിനും വിളിക്കും, എല്ലാത്തിനും വിളിക്കും. ഞാൻ ബാബുവിൻ്റെ ഭാര്യയാണേ. പിന്നെ നമ്മൾ ഈ നില ഉഴുതണ സാധനമില്ലേ, കലപ്പ, ആ സംഭവം കാളയൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ നമുക്ക് എന്താ സൊല്യൂഷൻ എന്ന് ചോദിക്കാം. അല്ല, നമ്മളൊരു ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറത്താണ് സംഭവം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് എന്താ നോക്കാം. നമ്മൾ കണ്ടിട്ടില്ല,
എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ കണ്ണംകോട് നിന്ന് 20 കിലോമീറ്റർ മാറി വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വെച്ചാൽ ലീനയുടെ വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാളയും പറമ്പൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം പിന്നെ ഇവിടെയാണ്. അപ്പം അത്രയും ദൂരം താണ്ടി വന്നേക്കാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന കാളയെ ഒന്ന് ഒന്ന് ഇണക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഇവിടെ കൂടെ ഉണ്ട്. പേരെന്താണ്? ഓക്കെ, നുഫൈലാണ് ഇന്ന് ലീനയ്ക്ക് ടാസ്ക് കുറച്ചെങ്കിലും വെച്ചാൽ കാളേനൊന്നും ഇണക്കിയില്ലെങ്കിൽ പണി ഒന്നും നടക്കില്ല. അപ്പൊ അതിനു വേണ്ടി സഹായിക്കാനായിട്ട് നുഫൈൽ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് കാളയുടെ കാണാനായിട്ട് പോവാം. കമോൺ. അവിടെ 2 കാളക്കുട്ടികൾ ലീനയും കാത്ത് കിടപ്പുണ്ട് കേട്ടോ. അതല്ലേ, ഇതാണ് കാളക്കുട്ടി. കാളക്കുട്ടി ഇത് വെറുതെ കാളക്കുട്ടിയല്ലേ, അത് വലിയ കാള. അയ്യോ പാവം, നമ്മളെ കാണുമ്പോഴേക്കും ഓടുന്നു. അയ്യോടാ പേടിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ല. പാടാ പ്ലീസ്, ഇവിടെ നിൽക്ക്. നീ ദൂരെ ദൂരെ പോണല്ലേ? അങ്ങനെ നമ്മൾ 2 കാളകളെയും കണ്ടു, പരിചയപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ചെറിയ രീതിയിൽ. എന്താണ് ഇപ്പൊ ഫീലിംഗ്? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചുണക്കൊട്ടന്മാരാണ്. ഓക്കെ, അവര് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. ഞാൻ കേട്ടോ ഇത്ര കഴുത്തതിന് ടൈറ്റ് ആവണം. താഴെടാ. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നനച്ചെടുക്കാനാണോ? അത് നനച്ചെടുത്തിട്ട് വേണം നമ്മൾ ഉഴുതാൻ. മണ്ണൊക്കെ നനച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കാളിന് നമ്മൾ നേരത്തെ ഒരു കൃഷി ഇന്നെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഭാഗിന് എന്തിനു ഉപയോഗിക്കാം? എന്ത് കൃഷി? നമുക്ക് പയർ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? കരയായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടാസ്കിലോട്ട് കിടക്കാം. എനിക്ക് ആ കാള കുട്ടികളായിട്ട് പേടിയായിട്ടുണ്ട്. എന്തായാലും ഇനി അതിനെയൊക്കെ കൊണ്ടുവന്ന് പണി തുടങ്ങാം. ഇനി ഇത് ആരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചേട്ടാ, ഇതെങ്ങനെയാണ് കാര്യം ഒന്ന് പറഞ്ഞുതരൂ. ഇങ്ങനെ പോണു. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ കുറച്ച് ഇങ്ങനെ ആക്കണം. ഓക്കെ, എന്നിട്ട് ഈ മൂരിനെ വലിക്കണം. ഇങ്ങോട്ട് തിരിക്കണേ, ലെഫ്റ്റ്. ഓക്കെ, പിന്നെ ഇത് കുറച്ച് ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് അതിന് വലിച്ച് അങ്ങോട്ട് തിരിക്കും. അപ്പൊ ഈ സാധനം ഇങ്ങോട്ട് മാറ്റണം. കൈ വിടാൻ പാടില്ല കേട്ടാ. ഇപ്പൊ എല്ലാം സെറ്റായിട്ടുണ്ട്. കാളകളും എല്ലാം കളിക്കളത്തിലോട്ട് ധീരത ഇറങ്ങാൻ പോവുകയാണ്. കുറച്ച് അക്രമാസക്തരായി ഇരിക്കുന്ന കാളകളും തോന്നുപോയി, അത്രയ്ക്ക് അങ്ങോട്ട് വഴങ്ങുന്നില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ചെയ്ത് തുടങ്ങാം ധൈര്യമായിട്ട്.
ഇത്രയും നേരം കുറേ പേര് സഹായിച്ച്, രണ്ടുപേരും ഫ്രണ്ടിൽ പിടിച്ച് രണ്ടുപേരും സൈഡിൽ നിന്ന് അങ്ങനെ കുറച്ച് എന്താ പറയുക ബൂസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പതാ ലീന ഒറ്റയ്ക്ക് കിടന്ന് കറക്കുവാണ്. ചുണക്കുട്ടികളായ കാളക്കുട്ടന്മാരെ ചുണക്കുട്ടിയായ ലീന ഒറ്റയ്ക്കിട്ട് കറക്കാണ്. അപ്പൊ കണ്ടിട്ട് ചെയ്തിരുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് അല്ലേ പഠിച്ചു. എനിക്ക് തോന്നുന്ന പച്ചക്കയറ് പഠിച്ച് പിടിച്ചു. നനഞ്ഞ ഭാഗത്ത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാം. പയർ കൃഷി കുറച്ച് നനഞ്ഞിരിക്കണം. ഓക്കെ. പയർ കൃഷിക്ക് നല്ലത് ഇങ്ങനത്തെ ഒരു നനഞ്ഞ മണ്ണായിരിക്കും അല്ലേ? ഈ ഭാഗത്ത് കുറച്ചും കൂടെ വെള്ളം ആയിരുന്നെങ്കിൽ ഈ ഭാഗം എളുപ്പമായേനെ അല്ലേ? ഡ്രൈ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീന അതും വെള്ളം നിറച്ചിട്ട് ആ വെള്ളം ഒന്നും പോവാതിരിക്കാൻ വേണ്ടി ഒരു തടം മാതിരി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം അവിടെ കൈക്കോട്ട് കൊണ്ട് ഒരു ബൗണ്ടറി പോലെ കെട്ടി വെച്ചേക്കുന്നത്. സോ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഇതൊന്ന് ഒന്നൊന്ന് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു ലീനയുടെ. സോ ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഭയങ്കര അഭിമാനം തോന്നുന്നു സന്തോഷത്തിനേക്കാളും. അപ്പം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്തായാലും. സോ ബാക്കിയുള്ള കമന്റ്സിനായി ഓവർ ടു ദ ജഡ്ജസ്. അപ്പൊ നിങ്ങൾ 10 കാലുള്ളവർ ചേർന്ന് നടത്തിയ ഒരു യജ്ഞമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നിലമുഴാൻ പറയും എന്നുള്ളത്. അത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു അല്ലേ? ആൻഡ് ഇറ്റ് ലുക്ക് ലൈക്ക് കുറേ മസിൽ പവർ വേണം. ഇറ്റ് ലുക്ക് ലൈക്ക് കുറച്ച് ഡിറ്റർമിനേഷൻ വേണം. അതെല്ലാം ലീനയ്ക്ക് ഉണ്ടായിരുന്നു. ഐ മീൻ യു ഡിഡ് നോട്ട് ഗിവ് അപ്പ് അല്ലേ? പീപ്പിൾ ആർ വാച്ചിങ് ഇറ്റ് ഓൾ ഓവർ എവ്രിവെയർ യു നോ. അപ്പം ഐ എം തിങ്കിങ് you are going to be a big star in Palakkad. Inganate, yeah, and the girls are doing a marvelous job. You did a fabulous job. Thank you, ma'am. Very good. കാണാൻ ലീന അങ്ങനെ ഇരുന്നാലും മസിൽ പവർ മറ്റേ ആ കാളയുടെ പുറകെ ഓടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ കാള വലിച്ചിട്ട് ഓടുമായിരുന്നു. അതന്നെ. അത് കഴിഞ്ഞതിന് ശേഷം അവസാനം അവിടെ കടന്ന് വട്ടം കറങ്ങുന്നതും അത് ഇതൊക്കെ കൂടെ കണ്ടു. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എനിക്കറിയാം. ഇറ്റ് വാസ് ഡെയറിങ് ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷെ അത് ഭയങ്കര ബോൾഡായിട്ട് ബ്രേവായിട്ട്, ഇതാണ് ലീനയുടെ സ്ഥിരം തൊഴിലെന്ന് നമുക്ക് തോന്നും. അത്ര ഈസി ആയിട്ടാണ് ലീന ചെയ്തത്. പക്ഷെ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് മനസ്സിലാവും. വെരി ഗുഡ്. ലീനയുടെ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ലീന, പ്രകൃതിയുടെ കലപ്പ എന്ന് പറയുന്നത്? മണ്ണിര. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മികച്ച വനിതാ കർഷകർക്കുള്ള പുരസ്കാരം? കർഷകശ്രീ ആണോ? ഒരു ക്ലൂ തരാം. ശ്രീ അല്ല, പകുതി കറക്റ്റാ. ഒരു ചെറിയ പൊട്ടുപോലൊരു ക്ലൂ തരാം അല്ലേ? അതെ, അതിൽ തന്നെയുണ്ട്. ക്ലൂ പറഞ്ഞു. അവിടെ കർഷക തിലകം. കറക്റ്റ്. അതുകൊണ്ടാണ് പൊട്ടുപോലെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ലീനയ്ക്കും കാളകൾക്കും കൂട്ടി കിട്ടാൻ പോകുന്ന മാർക്ക്? ഞങ്ങൾ എല്ലാവരും കൂടെ ലീനയ്ക്ക് 94/100. പൊളിച്ചുല്ലോ. നല്ല സ്കോർ. വെരി ഗുഡ്.
മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ദിവസങ്ങൾ കഴിയുന്തോറും മത്സരങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് 1 കോടിയുടെ ആ നേട്ടത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് ഇനിയും ഏറെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. തൽക്കാലം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് എ ബൈ ഫ്രം നിറപറ മലയാളി വീട്ടമ്മ, co-branded by സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ്. ഗുഡ് ബൈ. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali.